എന്താണ് ബഹളം? അല്ല ബഹളം ഡാഡി. ഇത് അപ്പാണിക്ക് വേണ്ടി ഞാൻ 3 നേരം ഉണ്ട് സുഖമായിട്ട് അകത്ത് കിടക്കുന്നത് ആർക്കാരാ സഹിക്കാത്തത്? ഏറ്റവും ഇമ്മീഡിയറ്റ് നോമിനേഷൻ ആണ്. അതായത് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയ വീക്ക് ഔട്ട്. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ഈ കർമ്മ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. സിമ്പിൾ. കൊടുത്തതാ, കൊല്ലത്ത് കിട്ടി. പണ്ട് പിന്നെ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എന്ത് പറ്റി? മസ്താനി അത്ര മോശമാളാണോ? എനിക്കറിയില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, മസ്താനി എവിക്റ്റഡ് അനൗൺസ് ചെയ്തപ്പം ഓഡിയൻസിന്റെ അടുത്തുനിന്ന് വന്ന കൈകൊട്ടല് ഒരു സുഖം, ഒരു മനസുഖം. ആര്യന്റെ വെപ്പണാണോ മസ്താനി? അല്ല, പക്ഷെ അത് ആര്യനെ ഞാനും കൂടി ക്രിയേറ്റ് ചെയ്തത്. ആര്യനെ ഞാനെന്ന് പറയരുത്, ആര്യനല്ല ചെയ്തത്, മസ്താനിയാണ് വിഷ്വലിൽ ചെയ്തത്. അല്ല, എനിക്കും കുറച്ച് തിമിര് ജാസ്തിയായിരുന്നു. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അയാളുടെ മേത്ത് വേറൊരു ആൺകുട്ടിയെ പിടിച്ച് ഉന്തുന്നു. അതിന് ആര് പറഞ്ഞിട്ടായാലും പേർപ്പസ്ഫുള്ളി പ്ലാൻഡ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഈ 100 days നിൽക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കാണുന്ന ഒരു ഷോയില് ഇങ്ങനത്തെ കോൺസ്പിറൻസി ഇതാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ നിർത്തുന്നു തോന്നുന്നുണ്ടോ? ഇല്ല പോലല്ലോ. ഇയാളുടെ സ്വഭാവത്തിന് ഇത്രയും തന്നാ പോരാ, പക്ഷെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. മസ്താനിക്കൊരു പേര് ഞാൻ ചോദിച്ചാൽ വിൽ യു എഗ്രി വിത്ത് ദിസ്? ദ ഗോസിപ്പ് ഗേൾ. ഇതൊക്കെയാണോ തമാശ? ഈ പറഞ്ഞ കുറെ ഡാഡി സാധനങ്ങളൊക്കെ അത് റെന ഫാത്തിമയാണ് ആദ്യം എന്തോ ഡബിൾ ഡാഡി, മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡറിന് എന്തോ വിളിച്ചപ്പോഴാണ് ഞാൻ ഡബിൾ ഡാഡി. എന്റെ വായിൽ നിന്ന് കടിച്ചാ പൊട്ടാത്ത പദങ്ങൾ അനർഗള നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ടു വീണു. കുറച്ച് സാഡ്സ് ഉണ്ടോ? എനിക്കോ ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവരെല്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. മസ്താനി ഇറങ്ങിയപ്പം വീടിനകത്തും പുറത്തും ആഘോഷമായിരുന്നു. അതെ, ഭയങ്കര ആഘോഷം. സത്യം. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ.